ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞു കുത്തിയിരുന്നത് നമ്മളിപ്പോൾ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ഓർ ജസ്റ്റ് ഡോണ്ട് കെയർ, അങ്ങോട്ട് മൈൻഡ് ചെയ്യാണ്ട് വിടുക. അതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ടാവും. ബൈ ദ വേ, ഇറ്റ്സ് നോട്ട് ഈസി. ഹായ്, വെൽക്കം ബാക്ക് ടു അൻസിയ വിത്ത് ആയിഷ. So I turned 23 this year, which is great. Alhamdulillah, I'm so grateful. I learned a lot. I made a lot of mistakes. I met a lot of new people, got a lot of new experiences. I missed a lot of opportunities. But yeah, here I am, more stronger and more grateful. Alhamdulillah. എൻ്റെ ലൈഫിൽ ഞാൻ കുറച്ചും കൂടി നേരത്തെ അറിഞ്ഞ് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ ഐ വിൽ ബി ഷെയറിംഗ് ദ 22 lessons that I've learned from my whole 22 years of life. ഇതിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലും ഞാൻ ചെയ്യുന്നൊന്നുമല്ല, പക്ഷേ കുറേ കാര്യങ്ങൾ അൺലേൺ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാവും. സോ ഫോർ നൗ എനിക്കുള്ള 22 lessons ആണ്. ഇഫ് യു ആർ ഇൻ യുവർ 20s, just grab a book and a pen and just note down when you feel like, oh yeah, it's a great point. Okay? So let's start this. നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമാണ്, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം പറയാൻ പോകുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുക, പക്ഷെ അവരെന്തേലും പറയൂ, അവരെന്തേലും വിചാരിക്കൂ. ശരിക്കും പറഞ്ഞാൽ അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ നല്ലതാണെങ്കിലും മോശം ചെയ്തതാണെങ്കിലും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കതൊന്നും കൺട്രോൾ ചെയ്യാനേ പറ്റില്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഡോണ്ട് കെയർ. ഇനിയിപ്പോൾ അവർ നമുക്ക് നല്ലൊരു കാര്യമാണ് പറഞ്ഞിരുന്നതെങ്കിൽ, അതായത് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് ഇറ്റ് ഓർ ജസ്റ്റ് ഡോണ്ട് കെയർ. അതായത് അങ്ങോട്ട് മൈൻഡ് ചെയ്യാണ്ട് വിടുക. ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും വിചാരിക്കും നമ്മൾ വെറുതെ ആണിങ്ങനെ കുറേ നാളിങ്ങനെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ നിന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തോന്നും. സോ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ ചിന്തിക്കുക. ലൈക്ക് ആൾക്കാർ പറയുന്നതും അവർ ചിന്തിക്കുന്നതും നമ്മളുടെ കൺട്രോളിലുള്ള കാര്യം അല്ല. സോ അതുകൊണ്ട് തന്നെ അവരെന്ത് പറയുന്നെന്നോ അവരെന്ത് ചെയ്യുന്നെന്നോ അവരെന്ത് ചിന്തിക്കുമെന്നോ വിചാരിച്ച് നമ്മളുടെ ടൈമും നമ്മളുടെ എനർജിയും കളയേണ്ട ആവശ്യം ഇല്ല. ഡോണ്ട് കെയർ വാട്ട് അതർ പീപ്പിൾ തിങ്ക് ഓർ സേ അബൌട്ട് യു. ഓക്കെ, സോ ദ സെക്കൻഡ് ലെസൺ ഈസ് ലേൺ ടു ആക്സെപ്റ്റ് ആൻഡ് ലെറ്റ് ഗോ ഓഫ് ദ പാസ്റ്റ്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞു കുത്തിയിരുന്നത് എൻ്റെ പാസ്റ്റ് ആലോചിച്ചിട്ടായിരിക്കും. അതായത് റിഗ്രറ്റ് ചെയ്ത് എന്നെ തന്നെ ഞാനിങ്ങനെ ബ്ലെയിം ചെയ്ത് റിഗ്രറ്റ് ചെയ്ത് കുറേ നാൾ ഞാനിങ്ങനെ ഇരുന്നിട്ടുണ്ട് പാസ്റ്റ് ആലോചിച്ചിട്ട്. പക്ഷേ അറ്റ് എ പോയിന്റ് എനിക്ക് റിയലൈസ് ആയി, ബിക്കോസ് ഞാനിങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. എൻ്റെ പാസ്റ്റ് എന്നുള്ളത് കഴിഞ്ഞ കാര്യമാണ്. ഇനി അത് ഞാൻ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ കുറേ സമയം അതിനു വേണ്ടി കരഞ്ഞു കുത്തിരുന്നിട്ടോ കാര്യമില്ല. സോ ഐ ലേൺഡ് ഇറ്റ് ആൻഡ് അക്സെപ്റ്റഡ് ഇറ്റ് ആൻഡ് ഐ ലെറ്റ് ഇറ്റ് ഗോ. By the way, it's not easy. So the third lesson is never ever give someone a second chance if they betray you or cheated on you. Very simple, clear. നമ്മളെ അടുത്തുണ്ടായ ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ആദ്യം പോയി കഴിഞ്ഞാൽ പിന്നെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനിയിപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നും, നമ്മളങ്ങനെ ചെയ്യണ്ടായിരുന്നു, അവർക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കണ്ടായിരുന്നു. ആ ഒരു റിഗ്രറ്റ് ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. അതിപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും റിലേഷൻഷിപ്പിലായാലും നെവർ എവർ give someone a second chance if they betray you or cheated on you. Period. So the fourth one is a bit emotional. Parents are the real home and they are the real luxury. എനിക്ക് മുന്നേ ഉണ്ടായൊരു ടെൻഡൻസി ആയിരുന്നു പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ഒറ്റയ്ക്ക് താമസിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ ആദ്യം മിസ് ചെയ്യുന്ന സംഭവം എൻ്റെ ഉമ്മാനെയാണ്, എൻ്റെ വീടാണ്, എൻ്റെ സിബ്ലിങ്സിനെയാണ്. സോ നമ്മളിപ്പോൾ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും എന്ത് കുറ്റങ്ങൾ ചെയ്താലും പാരൻസ് ആർ ദ വൺസ് ഹു വിൽ സ്റ്റേ വിത്ത് യു ഫോർ എവർ. ഇറ്റ്സ് എ ഫാക്ട്. ഇറ്റ്സ് എ റിയൽ ഫാക്ട്. ഫിഫ്ത്ത് ലെസൺ ഇസ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ബിക്കോസ് സോളിറ്റ്യൂഡ് ഇസ് ഗ്രേറ്റ്. നമ്മുടെ സോളിറ്റ്യൂഡിനെ നമ്മൾ എൻജോയ് ചെയ്ത് തുടങ്ങിയാൽ വേറൊരാൾ നമ്മൾക്ക് കമ്പനിക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങളുടെ ഒരു കമ്പനി എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാൾ നിങ്ങൾക്ക് വേണമെന്നോ അല്ലെങ്കിൽ നിങ്ങളെ ഹാപ്പിയാക്കാൻ വേറൊരു മനുഷ്യൻ വേണമെന്നോ നിങ്ങൾക്ക് തോന്നില്ല. അത് ഉറപ്പാണ്. നമ്മൾ മുന്നേ കേൾക്കുന്നത് എന്താ, ലോൺലി ആയിട്ട് നടക്കാൻ പാടില്ല, ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ല, അത് നല്ലതല്ല എന്നൊക്കെയല്ല നമ്മൾ കേട്ടത്. പക്ഷെ നമ്മളൊന്ന് ഒറ്റക്കായി നമ്മളതൊന്ന് എൻജോയ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പീസ്ഫുള്ളാണ് ആ ഒരു സംഭവം എന്ന്. സോ ജസ്റ്റ് be in your solitude. So the sixth one is also my favorite. Travel in your 20s. ഞാൻ പറയുന്നത് എല്ലാ മാസവും ഇന്റർനാഷണൽ ട്രിപ്പ് അടിക്കുക,
അല്ലെങ്കിൽ കുറേ പണം മുടക്കിയിട്ട് വലിയ വലിയ യാത്രകൾ പോവുക, അതല്ല, അതും ഗ്രേറ്റ് ആണ്. പക്ഷേ നമ്മളെ നാട്ടിലുള്ള കുറേ സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ നമ്മൾ ഇതുവരെ കാണാത്ത, ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു സൺസെറ്റ് കാണാൻ ഇറങ്ങുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തോട്ടിലൊക്കെ പോയിരിക്കുക. ഇറ്റ്സ് വെരി പീസ്ഫുൾ യുനോ. നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് കാണുമ്പോഴുള്ള ബ്യൂട്ടി അല്ല ശരിക്കും, നമ്മൾ ശരിക്കും ഐസ് കൊണ്ട് കാണുന്ന ആ ഒരു ബ്യൂട്ടി ഉണ്ട്. ഇറ്റ്സ് വേ മോർ ഡിഫറെൻറ്റ്. സോ ഇൻവെസ്റ്റ് സം ടൈം ആൻഡ് മണി ടു ട്രാവൽ ദ വേൾഡ്. ഓക്കെ, ഇറ്റ് വിൽ ചേഞ്ച് അവർ പെർസ്പെക്റ്റീവ്സ്. ഒരു ക്ലാസ് റൂംസൊന്നും നമുക്ക് കിട്ടാത്ത കുറേ ലെസൺസ് നമുക്ക് ട്രാവൽ ചെയ്യുന്നതിലൂടെ കിട്ടും. ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഗ്രേറ്റ്. സോ ദ സെവൻത് വൺ ഇസ് സ്റ്റോപ്പ് എക്സ്പെക്ടിങ് യു ഫ്രം അതേഴ്സ്. ഞാനൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടത്. അതായത് ഞാൻ ചെയ്യുന്ന പോലെ എന്താ അവർ എന്നോട് ചെയ്യാത്തത്, ഞാൻ ലവ് ചെയ്യുന്ന പോലെ എന്താ അവർ എന്നെ തിരിച്ച് ലവ് ചെയ്യാത്തതെന്നൊക്കെ. അത് ഭയങ്കര മണ്ടത്തരാണ്. എക്സ്പെക്ട് ചെയ്യാനേ പാടില്ലാത്തൊരു സംഭവമാണ്. നമ്മൾ പറയുന്നില്ലേ, എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പീസ്ഫുൾ ആയിരിക്കും. അതാണ് സംഭവം. ശരിക്കും നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. എക്സ്പെക്ട് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളായിട്ട് ഇരുന്നിട്ട് ലവ് ചെയ്യുക, എക്സ്പെക്ട് ചെയ്യാതിരിക്കുക, വിച്ച് ഇസ് മോർ പീസ്ഫുൾ. എട്ടാമത്തെ കാര്യം നമുക്ക് അധികവും ചെയ്യാൻ പറ്റാത്ത കാര്യം തോന്നുന്നു, ബിക്കോസ് നമ്മളെപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് ലവിനാണ്, വിച്ച് ഇസ് ഗ്രേറ്റ്. പക്ഷേ ലവിനെക്കാട്ടിലും വേർത്ത് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്, സെൽഫ് റെസ്പെക്ട്. അത് ഒരിക്കലും കളഞ്ഞിട്ട് എവിടെ നിൽക്കാൻ പാടില്ല. സെൽഫ് റെസ്പെക്ട് ഈസ് വേർത്ത് മോർ ദൻ ലവ്. നമ്മൾ സെൽഫ് റെസ്പെക്ട് സപ്രസ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് ലവിനെ ബെഗ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു ലെസൺ കിട്ടിയതും. ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. സെൽഫ് റെസ്പെക്ട് ഈസ് വേർത്ത് മോർ ദൻ ലവ്. സോ ഇതും ഏകദേശം ആ ഒരു സംഭവം പോലെ തന്നെയാണ്. 9th പോയിന്റ്, ലവ് ഇസ് നോട്ട് എനഫ്. ദർ ഷുഡ് ബി റെസ്പെക്ട്, ലൈക്ക് മ്യൂച്വൽ റെസ്പെക്ട്, കമ്മിറ്റ്മെന്റ് ആൻഡ് എഫേർട്സ്. ലവ് ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് റിലേഷനിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇറ്റ് ഈസ് ഫ്രം മൈ റിലേഷൻഷിപ്സ്. ഓക്കെ, ഒരു 20s ഞാൻ പഠിച്ച സംഭവങ്ങളാണ് ഇതൊക്കെ. ലവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ദർ ഷുഡ് ബി മ്യൂച്വൽ റെസ്പെക്ട്, എഫേർട്സ് ആൻഡ് കമ്മിറ്റ്മെന്റ്. ഐ തിങ്ക് ആ ഒരു അൺകണ്ടീഷണൽ ലവ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു 3 കാര്യം വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് എല്ലാവരുടെ കാര്യത്തിലും അതങ്ങനെയല്ല. എപ്പോഴും നമ്മൾ നോക്കുക, ലവ് മാത്രമാണോ, റെസ്പെക്റ്റ് ഉണ്ടോ, കമ്മിറ്റ്മെന്റ് ഉണ്ടോ, എഫേർട്സ് ഉണ്ടോ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇതും ഞാൻ കുറേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യമാണ് എൻ്റെ ഈ ഒരു 20s. അതായത് ലെറ്റ് ഗോ ഓഫ് തിങ്സ് വിച്ച് മേക്സ് യുവർ എനർജി ഡ്രെയിൻ. അതൊരു ജോബ് ആവട്ടെ, പീപ്പിൾ ആവട്ടെ, പ്ലേസസ് ആവട്ടെ, ജസ്റ്റ് ലെറ്റ് ഗോ. അത് മാത്രമല്ല വേൾഡ്. സോ നിങ്ങൾ എനർജി ഡ്രെയിൻ ആക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് ഗോ ഓഫ് ഇറ്റ്. ഞാൻ അങ്ങനെ ഒരുപാട് ജോബ്സ് കളഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, ഒരുപാട് പ്ലേസസ് ഞാൻ കം ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ് ഗോ ഓഫ് ഇറ്റ്. നമുക്ക് ഒരു ഉപകാരവും ഇല്ല. എൻ്റെ ഒരു യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാൻ കൺസിസ്റ്റൻ്റ് ആയ സമയത്ത് എനിക്ക് കിട്ടിയൊരു ലെസണാണ് ദ 11th വൺ. കൺസിസ്റ്റൻസി ബീറ്റ്സ് മോട്ടിവേഷൻ എവ്രി സിംഗിൾ ടൈം. എവ്രി സിംഗിൾ ടൈം. നിങ്ങൾ ഒരു കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് ആയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണമെന്നൊന്നുമില്ല, ഉറപ്പായിട്ട് നിങ്ങൾ സക്സീഡ് ആവും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ കൺസിസ്റ്റൻ്റ് ആയത് തൊട്ടിട്ട് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളിലും, ഇപ്പം എൻ്റെ ഹാബിറ്റ്സ് ആയാലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, അങ്ങനെ എല്ലാ കാര്യത്തിലായാലും കൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ ദീസ് ആർ ദ 11 ലെസൺസ് വിച്ച് ഐ പ്രയോറിറ്റൈസ് മോർ. കുറച്ചുകൂടി മുന്നേ അറിഞ്ഞ് ഞാൻ ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ എനിക്ക് തോന്നിയ 11 കാര്യങ്ങളാണ് ഇത്. സോ ഇനി അടുത്ത 11 ലെസൺസ് കൂടി നമുക്ക് നോക്കാം. പീസ് ഇസ് ദ റിയൽ ലക്ഷറി ദാറ്റ് യു ക്യാൻ ഹാവ്. ഒന്ന് ഓവർ തിങ്ക് ചെയ്യാണ്ട് ഉറങ്ങാൻ പറ്റണം. അതിന് കൂടുതൽ എന്താ വേണ്ടേ അല്ലേ? ഞാൻ ബാക്കിയുള്ള കുറേ കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷേ ഈ പീസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, സമാധാനം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിന് കുറച്ചുകൂടി അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടതെന്ന് എനിക്ക് തോന്നിയത് എൻ്റെ ഈ ഒരു 18 to 22 years ഓഫ് ലൈഫിലാണ്. 13ാമത്തെ ലെസൺ, മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. മണി ക്യാൻ ബൈ ഹാപ്പിനെസ്, സ്റ്റെബിലിറ്റി, ഫ്രീഡം. മണി ഉണ്ടോ, ആൾക്കാരുണ്ടാവും, സ്റ്റെബിലിറ്റി ഉണ്ടാവും, ഫ്രീഡം ഉണ്ടാവും. ഇറ്റ് ക്യാൻ ബൈ യു ഹാപ്പിനെസ് ഓൾസോ, അല്ലേ? പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിലയുണ്ടാവും ആൾക്കാരുടെ മുന്നിൽ, വിച്ച് ഈസ് വേർഡ്. പക്ഷെ അതെങ്ങനെയാണ്, ലോകത്ത് അങ്ങനെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ആൾക്കാർ നിങ്ങളെ തലയിലെടുത്ത് വെക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ തട്ടിലുള്ള ആൾക്കാരായിരിക്കും. അതെൻ്റെ ഏറ്റവും വലിയൊരു ലെസണാണ് എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചത്. ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ഏകദേശമൊക്കെ കണക്റ്റഡ് ആണ്. സോ ബി കൈൻഡ് ബട്ട് നോട്ട് ബ്ലൈൻഡ്. നോട്ട് എവ്രി വൺ ഡിസേർവ്സ് യുവർ സോഫ്റ്റ് സൈഡ്. സേയിങ് നോ ഇസ് എൻ ആക്ട് ഓഫ് സെൽഫ് റെസ്പെക്ട്.
നമ്മൾ ഭയങ്കര കൈൻഡായിട്ട് പീപ്പിൾ പ്ലീസറായിട്ട് നടക്കുമ്പോൾ നമ്മൾ ആൾക്കാരെന്ത് ചെയ്യും, ഊറ്റാൻ നോക്കും. അതായത് നമ്മളങ്ങ് മുതലെടുക്കും, ഗ്രാൻഡഡ് ആയിട്ട് എടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. കൈൻഡ് ആവണം, പക്ഷെ ബ്ലൈൻഡ് ആവരുത്. അതുപോലെ തന്നെ പീപ്പിൾ പ്ലീസർ ആയിട്ട് എപ്പോഴും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും യെസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുകയേ ചെയ്യുള്ളൂ. പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. സോ ഞാൻ കുറേ പെട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ. ഞാനൊരു ഭയങ്കര പീപ്പിൾ പ്ലീസർ ആയിരുന്നു. ഒന്നിനും ഞാൻ നോ പറയില്ല, എല്ലാത്തിനും യെസ് 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 എന്ന് മാത്രമേ ഞാൻ ആൾക്കാരോട് പറയുള്ളൂ. പക്ഷേ ഒരു സമയമായപ്പോൾ എനിക്ക് മനസ്സിലായി അവരെന്നെ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുകയാണ്, എന്നെ ഊറ്റാണ്. ഐ ട്രൈഡ് ടു നോട്ട് ബി എ പീപ്പിൾ പ്ലീസർ ആൻഡ് ഐ ട്രൈ ടു സേ നോ. ആൻഡ് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ടു പ്രാക്ടീസ്. 17ാമത്തെ പോയിന്റാണ് എനർജി നെവർ ലൈസ്. അതായത് നമ്മുടെ ലൈഫിൽ ഒരുപാട് നെഗറ്റീവ് പീപ്പിൾ ഉണ്ടാവും. ആ നെഗറ്റീവ് പീപ്പിളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആ ഒരു സറൗണ്ടിങ്സിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, നമ്മളെ ഒന്നെങ്കിൽ നമ്മളെ ഹെൽത്ത് നമ്മളോട് പറയും, അല്ലെങ്കിൽ നമ്മളൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവില്ലേ, അത് നമ്മളോട് പറയും, ഇതെനിക്ക് നല്ലതല്ല. ഇനിയിപ്പോൾ ഇത് നല്ലതാണെങ്കിൽ അതും നിങ്ങൾക്ക് മനസ്സിലാവും, ഇതെനിക്ക് നല്ലതാണ്. ചില ആൾക്കാർ, ചില വൈബ്, ചില പ്ലേസസ്, ചില പണികൾ, ചില ജോബ്സ്, അതൊക്കെ ശരിക്കും നമുക്ക് മനസ്സിലാവും. എനർജി ഉണ്ടാവും. എനർജി പാസ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് നമുക്ക് നല്ലതാണ്, അല്ലെങ്കിൽ ഇത് നമുക്ക് നല്ലതല്ല. സോ അങ്ങനെ പറയുന്ന ആ ഒരു എനർജി അതെടുക്കുക. എനർജി നെവർ ലൈസ്. ഓക്കെ, സോ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് എടുക്കുക. 18th ലെസൺ ഇസ് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. ഞാനൊരു ബിലീവറാണ് ആൻഡ് ഐ റിയലി ബിലീവ് ദാറ്റ് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. എവറി പീപ്പിൾ ദാറ്റ് കംസ് ഇൻ ടു യുവർ ലൈഫ് ഗിവ്സ് യു എ ലെസൺ വിച്ച് വാസ് നെസസറി ഫോർ യു. 19ാമത്തെ ലെസൺ ഇസ് മൈ മോസ്റ്റ് ഫേവറേറ്റ്. ബി റിയൽ, റോ, ചൈൽഡിഷ് ആൻഡ് വിയേർഡ്. ഇനിയിപ്പോൾ നിങ്ങൾ എത്ര വലുതായാലും കുഴപ്പമില്ല, റിയൽ ആയിട്ടും റോ ആയിട്ടും വിയേർഡായിട്ടും നിൽക്കുക. അതായത് നിങ്ങൾ റിയൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാർക്ക് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഫേക്ക് ഇട്ട് നടക്കുമ്പോൾ ആൾക്കാർക്ക് നമ്മളെ എന്താ പറയുക, അത് തോന്നും, ഇവരെന്താ ഡുവൽ കളിക്കുന്നതെന്ന് തോന്നിപ്പോവും. അതുപോലെ ആവരുതൊരിക്കലും. എപ്പോഴും റിയൽ ആയിട്ട് നിൽക്കുക. നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ ആയിട്ട് ലൈഫിൽ നിൽക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് അതൊരു ബെനിഫിറ്റാണ്, നമുക്കും ഒരു ബെനിഫിറ്റാണ്. കാരണം റിയൽ ആയിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് ഐ തിങ്ക് നമ്മൾ ആ ഒരു ട്രൂ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ ഇല്ലേ, അതൊക്കെ ട്രൂ കണ്ടന്റ്മെന്റ് ഒക്കെ കിട്ടുന്നത് ഐ തിങ്ക് റിയൽ ആയിട്ട് നിൽക്കുമ്പോൾ എന്ന് തോന്നുന്നു. സോ ഇറ്റ്സ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ലെസൺ ഫോർ മൈ ലൈഫ്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യം ഇതന്നെയാണ്, ടു ബി റിയൽ, റോ ആൻഡ് വെയർഡ്. അടുത്ത 2 പോയിന്റ്സ് കണക്റ്റഡ് ആണ്, വിച്ച് ഈസ് ഇറ്റ്സ് ഓക്കെ ടു ബി മിസ്അണ്ടർസ്റ്റുഡ് ആൻഡ് ഓൾസോ സൈലൻസ് സ്പീക്സ് ലൗഡർ ദാൻ ആർഗ്യുമെന്റ്. നമ്മൾ ആൾക്കാർ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ ആർഗ്യൂ ചെയ്യാൻ പോകണ്ട. ജസ്റ്റ് ബി സൈലൻറ്റ്. ഞാൻ എൻ്റെ പുറക്കുന്നായാലും ഫ്രണ്ട്സിനോടൊക്കെ ആയാലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അങ്ങനെ അവർ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോട്ടെ. ഇനിയിപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല, അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമോ അതൊന്നും ഇല്ല. അവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ലേ, ജസ്റ്റ് ലെറ്റ് ഇറ്റ് ബി, ലെറ്റ് ദം, അല്ലേ? അതങ്ങനെയല്ലേ നല്ലത്. സൈലൻ്റ് ആയിട്ട് നിൽക്കുക. ആ ഒരു സമയത്ത് പറയേണ്ട സമയത്ത് പറയാം, പക്ഷെ വെറുതെ ആർഗ്യൂ ചെയ്യാൻ പോകണ്ട എന്നുള്ളത് വിച്ച് ഈസ് എ ഗ്രേറ്റ് ലെസൺ ദാറ്റ് ഐ ലേൺഡ്, ഐ തിങ്ക്. Yeah, it is. The last lesson that I've learned is try to cherish your inner child. നമ്മളുടെ ഉള്ളിൽ ആ ഒരു കുഞ്ഞില്ലേ, ആ കുഞ്ഞിനെ ചെറിഷ് ചെയ്യാൻ നോക്കുക. എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വയസ്സായില്ലേ കുറച്ച് മെച്ചൂർഡ് ആയിക്കൂടെ. ഇല്ല, ആവൂല. ലൈക്ക് അങ്ങനെ മെച്ചൂർഡായിട്ട് കളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. മെച്ചൂർഡ് ആവേണ്ട സമയത്ത്, മെച്ചൂർഡ് ആവേണ്ട സിറ്റുവേഷൻസിൽ മെച്ചൂർഡായി കളിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ റിയൽ ആയിട്ട് എങ്ങനെയാണോ, അല്ലെങ്കിൽ ചൈൽഡിഷ് ആയിട്ട്, അതൊക്കെ നമ്മളുടെ ഇഷ്ടമല്ലേ. അത് ആൾക്കാർ പലതും പറയും. ഞാൻ മനസ്സിലായത് ഫസ്റ്റത്തെ ലെസൺ ഉണ്ടല്ലോ, ആൾക്കാർ പലതും പറയും. സോ ജസ്റ്റ് ഡോണ്ട് കെയർ. ട്രൈ ടു ചെറിഷ് യുവർ ഇന്നർ ചൈൽഡ് എവറി ടൈം. Every time you get a chance, try to cherish your inner child. So these are the 22 lessons that I've learned in my whole 22 years of life. So I hope you enjoyed it. And കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിരിക്കും. ഇതൊന്നും നമുക്ക് ആരും പറഞ്ഞു തരൂല. ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ലെസൺസ് ആണ്. ആൻഡ് അതൊക്കെ ഭയങ്കര ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നമുക്ക് കിട്ടുന്ന ലെസൺസ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് വേറെ ആരും പറഞ്ഞു തരാൻ പറ്റാത്ത, നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് കിട്ടാത്ത കുറേ ലെസൺസ് ഉണ്ടാവും നമ്മൾ എക്സ്പീരിയൻസിലൂടെ നമുക്ക് കിട്ടുന്നത്. ആൻഡ് ആ ഒരു ലെസൺസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, ശരിക്കും ബ്യൂട്ടിഫുൾ ആയിരിക്കും. പക്ഷെ എപ്പോഴും ഈ ഒരു ലെസൺസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. കാരണം ലൈഫാണ്, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, കുറേ ഡീൽ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
ഈ ലെസൺസ് ഒക്കെ ഞാൻ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല, ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടിയാണ്. ആൾക്കാരുണ്ട് നമുക്ക് എത്ര പാഠം കിട്ടിയാലും പഠിക്കൂല എന്ന് പറയുന്ന ആൾക്കാരില്ലേ, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരിൽ നിങ്ങൾ പെടാൻ പാടില്ല. ബിക്കോസ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ലൈഫ് എനിക്ക് തോന്നുന്നില്ല ഈസി ആവുമെന്ന്. നമുക്ക് കിട്ടിയ ലെസൺസ് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈഫ് വിൽ ഗെറ്റ് ഈസിയർ ആൻഡ് മോർ ബ്യൂട്ടിഫുൾ. ഐ തിങ്ക് ആൾക്കാരെ പഠിക്കുക, നമുക്ക് കിട്ടിയ ലെസൺസ് ഒക്കെ ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അതങ്ങനെയാണ്. ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ, ഓരോ എക്സ്പീരിയൻസസ് വരുമ്പോൾ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക നമുക്ക് കിട്ടിയ ലെസൺസ് ഒക്കെ. So try to do that. And I hope you enjoyed this video and the lessons that I shared with you, which I have learned through my 22 years of life. And I'm so grateful that you guys are here. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ലെസൺസ് ഉണ്ട്. ഒന്നാമത്തേത്, ഡോണ്ട് കെയർ വാട്ട് അതർ പീപ്പിൾ തിങ്ക് ഓർ സേ അബൌട്ട് യു. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ബി റിയൽ, റോ, വിയർഡ് ആൻഡ് ചൈൽഡിഷ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ലേൺ ടു അക്സെപ്റ്റ് ആൻഡ് ലെറ്റ് ഗോ ഓഫ് ദ തിങ്സ് ദാറ്റ് യു കാൺ കൺട്രോൾ. ഇതാണ് എനിക്കിഷ്ടപ്പെട്ട 3 ലെസൺസ്. അതായത് എനിക്ക് മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ലെസൺസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 ലെസൺസ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. ഡിസംബറിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ ബർത്ത്ഡേ ഉള്ള ആൾക്കാർക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.